ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. നഗരസഭ പരിധിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായി കൗൺസിൽ യോഗത്തിൽ വിമർശനം. തെരുവ് നായയുടെ കടിയേൽക്കുന്നവർക്ക് പ്രത്യേക ധനസഹായം അനുവദിക്കണമെന്ന് യോഗത്തിൽ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. നഗരസഭയിൽ ABC പദ്ധതി ഫലപ്രദമല്ലെന്നും ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലിൽ വിമർശനമുണ്ടായി. ABC പദ്ധതിക്കായി നഗരസഭ വകയിരുത്തിയിരുന്ന പദ്ധതി പാഴാകുകയാണെന്നായിരുന്നു വിമർശനം. തെരുവ് നായ ശല്യം ദിനംപ്രതി വർദ്ധിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം പാലപ്പുറത്ത് 3 പേർക്ക് നായ്ക്കളുടെ കടിയേറ്റതായി അംഗങ്ങൾ ആരോപിച്ചു. മീറ്റ്നയിൽ തെരുവ് നായ്ക്കൾ പിന്നാലെ ഓടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവതിക്ക് പരിക്കേറ്റതായും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പരാതിയുയർന്നു. അതേസമയം തെരുവ് നായ ശല്യം പരിഹരിക്കുന്നത് സംബന്ധിച്ച ചർച്ചയ്ക്ക് സബ് കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ചെയർപേഴ്സണെയും വെറ്റിനറി ഡോക്ടറെയും ഉൾപ്പെടുത്തിയായിരിക്കും യോഗമെന്നും ധനസഹായം നൽകുന്നതിന് പ്രത്യേകം ഫണ്ട് വെക്കുന്ന കാര്യം പരിഗണിക്കാവുന്നതാണെന്ന് സെക്രട്ടറിയും വൈസ് ചെയർമാൻ K. രാജേഷും പറഞ്ഞു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.